നമ്മുടെ നടൻ മോഹൻലാലിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അതൊരു പരസ്യവാചകമാണ്. നിങ്ങളില്ലാതെ എനിക്കെന്ത് ആഘോഷം എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ആ ഡയലോഗിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഇപ്പോൾ സത്യത്തിൽ ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടത്തുന്ന പ്രസംഗം. അതായത് രാമനില്ലാതെ BJPക്ക് എന്ത് തെരഞ്ഞെടുപ്പ്? ഇതാണ് സത്യത്തിൽ ഇപ്പം ഉയർന്നു വരുന്ന മറ്റൊരു പ്രശ്നം. അതായത് ഇവിടെ രാമൻ്റെ വിശ്വാസികളാണ് എല്ലാവരും. അതായത് ഹിന്ദുക്കളെല്ലാവരും രാമനെ സ്നേഹിക്കുകയും രാമ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിത ശൈലിയാണ് നമ്മൾ കെട്ടിപ്പടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാമനിലേക്കുള്ള വിശ്വാസമായിരിക്കണം എല്ലാ ഹിന്ദുക്കളും കൊണ്ടു നടക്കേണ്ടത് എന്ന് പറയുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള രാമവിശ്വാസവും രാമഭക്തിയും ഒക്കെ ഈ ആകസ്മിക ഹിന്ദു എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട് പോലും. അത് നമുക്കറിയില്ല എന്താണ് ഈ ആകസ്മിക ഹിന്ദു എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആകസ്മിക ഹിന്ദുക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവരെപ്പോഴും പിന്തുടരുന്നത് ഈ പറയുന്ന ഒരു റോമൻ സംസ്കാരവും ഭക്തിയും ഒക്കെ ആയിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്കറിയാം ഇത് ആർക്കിട്ടുള്ള പണിയാണ് എന്നുള്ള കാര്യം. അതായത് രാഹുൽ ഗാന്ധിയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ആകസ്മിക ഹിന്ദു എന്ന് പറയുന്ന ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. അപ്പം രാഹുൽ ഗാന്ധി നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അമ്മ സോണിയാഗാന്ധി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരത്വം പിന്നീട് സ്വീകരിച്ചാണ്. അവർ ജന്മം കൊണ്ട് മറ്റൊരു രാജ്യക്കാരിയാണ്. അപ്പോൾ അവിടെ ഒരു റോമൻ സംസ്കാരമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഇവിടെ നാട്ടിൽ ജനിച്ചു പോയത് കൊണ്ട്, അല്ലെ രാജീവ് ഗാന്ധിയുടെ മകനായി പോയത് കൊണ്ട് അങ്ങനെ ആകസ്മികമായി അദ്ദേഹം ഒരു ഹിന്ദുവായി മാറി എന്നുള്ള അർത്ഥത്തിലാണ് ഈ യോഗി ആദിത്യനാഥ് ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രചരണ പരിപാടികൾ ഇത്തരത്തിൽ ഒരു പരാമർശം മുന്നോട്ട് വെച്ചത്. അതായത് ഈ രാമക്ഷേത്രം എന്ന് പറയുന്ന വലിയ സംഭവമാണ്. കാര്യം 500 വർഷത്തെ നമ്മുടെ ഇന്ത്യക്കാരുടെ നീണ്ട കാത്തിരിപ്പിൻ്റെ പരിണിത ഫലമാണ് ഈ നമ്മൾ കണ്ട, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രി രാംലല്ല പ്രതിഷ്ഠ നടത്തിയ രാമക്ഷേത്രം എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് ചോർച്ചയുണ്ടായി എന്നുള്ള കാര്യം അതവിടെ നിൽക്കട്ടെ. അതിനുവേണ്ടി കുറേയധികം ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. അതവിടെ അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞു എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. അപ്പോൾ രാമക്ഷേത്രം 500 വർഷത്തെ നമ്മളുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് നടന്നത്. അപ്പം ഇതിൽ കാണുന്നത് മുഴുവൻ നമ്മുടെ ഹിന്ദു സംസ്കാരമാണ്. അപ്പം ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാമ സംസ്കാരമാണ്. അപ്പം അതേസമയം ഈ വന്ന് കയറിയ ആൾക്കാരുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയെ തന്നെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ റോമൻ സംസ്കാരമാണ്. ഇത് തമ്മിൽ അങ്ങോട്ട് ചേരത്തില്ല. അതായത് ഈ രാമ സംസ്കാരവും റോമൻ സംസ്കാരവും തമ്മിൽ ചേരത്തില്ല. അത്തരത്തിലുള്ള ഒരു വൈരുദ്ധ്യം ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ മനസ്സിലുണ്ട് എന്ന് യോഗി ആദിത്യനാഥ് ഉറപ്പിച്ച് പറയുകയാണ്. അതോടൊപ്പം നമ്മുടെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രാംലല്ല പ്രതിഷ്ഠയും അല്ലെ രാമ സംസ്കാരത്തിൻ്റെ ആ ഒരു യഥാർത്ഥ തനിമ ഉൾക്കൊള്ളാനുള്ള ശേഷി തൽക്കാലം രാഹുൽ ഗാന്ധിക്ക് ഇല്ല. അദ്ദേഹം വളരെ കാര്യം എന്ന് വെച്ചാൽ അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ രാംലല്ല പ്രതിഷ്ഠയിൽ സർവമാന രാഷ്ട്രീയക്കാരെയും വിളിച്ചു ചേർത്തു. അപ്പോൾ അവരെല്ലാം അവിടെ പങ്കെടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ പങ്കെടുത്ത കൂട്ടത്തിൽ കോൺഗ്രസ്സുകാർ അതിൽ നിന്ന് വിട്ടുനിന്നു. ഒന്നാലോചിച്ചോ, കോൺഗ്രസ്സുകാർക്ക് അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് കോൺഗ്രസ്സുകാർ പറഞ്ഞു ഞങ്ങൾ തൽക്കാലം ഈ രാംലല്ല പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നില്ല. കാര്യം ഇതൊരു നാടിൻ്റെ സംസ്കാരത്തെയും നാടിൻ്റെ ഒരു ചരിത്രത്തെ തന്നെ ഉടച്ചു വാർക്കുക, അല്ലെ അതിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉടച്ചു വാർക്കുക എന്നല്ല, അപനിർമ്മിക്കുക എന്നുള്ളൊരു വാക്കായിരിക്കും ശരിക്കും അവിടെ ഉപയോഗിക്കാൻ പറ്റിയത്. അപ്പം നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരം, അല്ലെ നാടിൻ്റെ ഒരു ചരിത്രം, നാടിൻ്റെ ഒരു വിശ്വാസം, ഇതിനെയെല്ലാം തന്നെ അപനിർമ്മിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു രാംലല്ല പ്രതിഷ്ഠയെ അംഗീകരിക്കുവാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ, മതേതരവാദികളായ കോൺഗ്രസ്സുകാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി അവിടെ പോയിരുന്നില്ല. അപ്പം അങ്ങനെ പോകാതിരുന്നുകൊണ്ട് തന്നെ ഈ രാമ സംസ്കാരത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു പക്വത ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്നാണ് യോഗി ആദിത്യനാഥിൻ്റെ ഒരു കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഈ രാമൻ്റെ നാദം ഉയർന്നു കേൾക്കാൻ അല്ലെങ്കിൽ ഉയർത്താൻ കഴിയാത്ത ഒരാളെ കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഈ കോൺഗ്രസിൽ നിന്ന് വിട്ടുനിന്നൊക്കെ ചെയ്ത് രാമൻ്റെ നാദം ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയാത്ത ആൾക്കാർ, അതായത് ഞങ്ങൾ രാമൻ്റെ ആൾക്കാരാണ്, ഞങ്ങൾ രാമൻ്റെ ഭക്തരാണ്, ഞങ്ങൾ രാമലല്ല പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്, അല്ലെ രാമക്ഷേത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം, രാമരാജ്യമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാത്ത ഒരാളെ കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഒരു പ്രയോജനവുമില്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഈ പറയുന്ന അയോധ്യ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നമുക്ക് രാജ്യമുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന തർക്ക മന്ദിരം, ഇനിയിപ്പോൾ അങ്ങനെ പറയാൻ പാടുള്ളൂ, തർക്ക മന്ദിരം തകർക്കുന്നതിന് തൊട്ട് മുൻപ് വരെ നമുക്ക് രാജ്യമുണ്ടായിരുന്നു. ഈ രാജ്യത്ത് വ്യക്തമായൊരു ഭരണഘടനയുണ്ടായിരുന്നു. ആ ഭരണഘടനയ്ക്കനുസരിച്ച് നമ്മൾ ജീവിച്ചു പോരുകയും നമ്മുടെ രാജ്യത്തെ എല്ലാ കാര്യങ്ങളും ഒരു ഫെഡറലിസത്തിൻ്റെ പാതയിലൂടെ തന്നെ മുന്നോട്ട് പോവുകയുമായിരുന്നു. ഇത് തകർന്നു. അതിന് തകർന്നതിന് ശേഷവും കോൺഗ്രസ് അധികാരത്തിൽ വന്നിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യം ഇതാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്ന് ഏകദേശം 10 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ പറയുന്ന
BJP ഭരിക്കുന്ന ഒരു സർക്കാർ രാജ്യത്തിന് ലഭിച്ചിട്ട് അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളെയും അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന കക്ഷി ഇവിടെ ശക്തമായതിനു ശേഷം നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള കുടിലതകളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. കോൺഗ്രസ് അധികാരത്തിൽ കയറുന്നവരെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്? നമുക്കറിയാം, ഇവിടെ മൻമോഹൻ സിംഗ് അധികാരത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില ഒരു സാമ്പത്തിക അല്ലെങ്കിൽ ചിന്ത കൊണ്ട് മാത്രമാണ് ഇവിടെ റിസഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം ലോകം മുഴുവൻ ആഞ്ഞടിച്ചപ്പോഴും ഇന്ത്യയെ ബാധിക്കാതിരുന്നത്. അപ്പോൾ ഇങ്ങനെ നിരവധിയായ കാര്യങ്ങളുണ്ട്. അപ്പം പക്ഷേ ഇവിടെ നമുക്ക് ഇന്ന് 80-85 രൂപ ഒരു ഡോളറിൻ്റെ പുറത്ത് നമുക്ക് രൂപ വിനിയോഗിക്കേണ്ടി വരുന്നു. അപ്പം ഇതൊക്കെ ഉണ്ടായതിൻ്റെ ഈ സാമ്പത്തികമായ ഒരു താഴേക്കുള്ള പോക്കിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഭരണ നൈപുണ്യം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഈ പറയുന്നതിനോടൊന്നും എത്രത്തോളം നിങ്ങൾക്കൊക്കെ യോജിക്കാൻ കഴിയും എന്നെനിക്കറിയില്ല. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഉയർത്തുന്ന മറ്റൊരു ആരോപണമാണ് ഈ കഴിഞ്ഞ പോയപ്പോൾ അദ്ദേഹം അവിടെ വിദേശത്ത് പോയിരുന്നുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെക്കുറിച്ച് മോശമായി പ്രതിപാദിച്ചു എന്നുള്ളത്. ഇവിടെ ഭരണഘടനയെ ചവിട്ടി മെതിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന് നൃത്തം ചെയ്യുന്ന കൂട്ടരാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ഇവിടുത്തെ രാജ്യത്തെ തന്നെ ഇല്ലായ്മ ചെയ്ത് കളയും, രാജ്യത്തെ നശിപ്പിച്ചു കളയും. അതിന് തക്ക ശേഷിയാണ് അവർക്കുള്ളത് എന്നാണ് പറയുന്നത്. അതോടൊപ്പം ഇവിടുത്തെ രാജ്യത്തെ വിഭവങ്ങൾ, ഇനിയിപ്പം ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണ് എന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നതെന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളതിനെക്കുറിച്ചും വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഇദ്ദേഹം യോഗി ആദിത്യനാഥ് സംസാരിക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ വിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ, ഈ വിഭവങ്ങൾ ഒരു പ്രത്യേക മതക്കാർക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കും. നമുക്കറിയാം, ഇത് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതേ കാര്യങ്ങൾ പ്രധാനമന്ത്രി പറഞ്ഞു എന്നുള്ളിടത്താണ് ഒരു പ്രധാനമായ ഒരു കാര്യം ഇരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഹരിയാന തെരഞ്ഞെടുപ്പിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ പറയുന്ന രാജ്യത്തെ വിഭവങ്ങൾ മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി വികസനം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന ഇത്തരത്തിൽ വികസനത്തിന് പകരം തങ്ങൾക്ക് വേണ്ടി ഉള്ളവർക്ക് വേണ്ടി ഭരിക്കുമെന്നാണ് പറയുന്നത്. അതായത് കോൺഗ്രസ് പാർട്ടിയോട് ആനുകൂല്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്ന ചില മുസ്ലിം സംഘടനകൾക്കോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കോ ഒക്കെ പ്രാതിനിധ്യം കിട്ടുന്ന രീതിയിലായിരിക്കും ഭരണത്തിൻ്റെ ഒരു പോക്ക്. അതായത് പാവപ്പെട്ടവരുടെ കാര്യം നോക്കില്ല, ഇവിടുത്തെ രാജ്യത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കില്ല, മുസ്ലിങ്ങളെക്കുറിച്ച് മാത്രം, അവർക്ക് നല്ലത് വരാൻ വേണ്ടി കോൺഗ്രസ്സുകാർ പ്രവർത്തിക്കുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ യോഗി ആദിത്യനാഥിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഇതാകട്ടെ, BJP ആകട്ടെ സാധാരണക്കാർക്ക് വേണ്ടിയായിരിക്കും, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയായിരിക്കും, ദളിതർക്ക് വേണ്ടിയായിരിക്കും. നമുക്കറിയാം ഇവിടെ ദളിതരും ഒക്കെ അനുഭവിക്കുന്ന കഷ്ടപ്പാട് എത്രത്തോളം ആണ് എന്ന് നമുക്കറിയാം. ഈ രാജ്യത്ത് ഈ പറയുന്ന ഉന്നത കുലത്തിൽപ്പെട്ട ആൾക്കാരുടെ ക്ഷേത്രങ്ങളിൽ പോലും സാധാരണക്കാർക്ക് ഇപ്പോഴും പ്രവേശിക്കാൻ കഴിയില്ല. അങ്ങനെ പ്രവേശിക്കുന്നവരെ അടിച്ചു കൊല്ലുന്ന തരത്തിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ആഹാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ പറയുന്ന ആഹാര സ്വാതന്ത്ര്യം എന്ന് മാത്രമല്ല, എല്ലാവർക്കും കൂൺ കഴിച്ച് ജീവിക്കാൻ പറ്റില്ല. ചിലർ ഈ പറയുന്ന മാംസാഹാരം കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പശുവിൻ്റെ മാംസം അല്ലെങ്കിൽ പോത്തിൻ്റെ മാംസമൊക്കെ കഴിക്കുന്നുണ്ട്, ബീഫ് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവർ കഴിഞ്ഞ ഈ സമയം നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പുതിയ ഭരണകാലത്തിലെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് കരുതിയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഇത്തവണ വീണ്ടും പുതിയ സർക്കാർ അധികാരത്തിൽ കയറിയ സമയത്തും വീണ്ടും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓർക്കണം. അങ്ങനെ ഈ പറയുന്ന പ്രധാനമന്ത്രി, ഇത്രയുമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ പരിഗണന എപ്പോഴും ദളിതർക്കും പാവപ്പെട്ടവർക്കും വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളതാണ് ഇദ്ദേഹം യോഗി ആദിത്യനാഥ് പറയുന്നത്. അതോടൊപ്പം വേറൊരു വിമർശനാത്മകമായൊരു കാര്യം, ഈ കഴിഞ്ഞ 65-66 വർഷക്കാലത്തോളം കോൺഗ്രസ് രാജ്യത്തെ കൊള്ളയടിക്കുകയായിരുന്നു അത്രേ. നമുക്കറിയില്ല, രാജ്യത്തെ കൊള്ളയടിച്ച് സ്വിസ് ബാങ്കിലൊക്കെ അക്കൗണ്ട് ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ രാജ്യത്തെ കൊള്ളയടിച്ചു. നമുക്കറിയാം, ഇന്ന് നരേന്ദ്രമോദി സർക്കാർ, നിർമ്മലാ സീതാരാമൻ അടക്കമുള്ള ആൾക്കാർ ആർക്ക് വേണ്ടിയാണ് രാജ്യത്ത് ഭരണം നടത്തുന്നതെന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. കാര്യം അംബാനിയെ പോലെ ആൾ കോടികൾ മുടക്കി ഇവിടെ മകൻ്റെ വിവാഹം നടത്തുന്നു. അപ്പോൾ ആർക്കൊക്കെയാണ് കുറേ അധികം 10-25 പേരടങ്ങുന്ന ഒരു വലിയ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ നിലനിൽക്കുന്നതെന്ന് നിർമ്മലാ സീതാരാമൻ്റെ ഏത് ബഡ്ജറ്റ് എടുത്തു വെച്ച് നമ്മൾ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാധാരണക്കാർക്കായി ഒരു ചുക്കും ചെയ്യാത്ത ഒരു കേന്ദ്ര സർക്കാരായി മാറുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആരാണ് ഈ പറയുന്ന സാധാരണക്കാർക്കും ദളിതർക്കും വേണ്ടി നിലകൊണ്ടിട്ടുള്ളത്, അല്ലെ നിലകൊള്ളുന്നത് എന്നുള്ള കാര്യവും നമുക്കറിയാം.
പിന്നെ അതോടൊപ്പം വളരെ മോശകരമായ ഒരു പരാമർശം നടത്തി. ഇവിടെ COVID-19 ഇവിടെ രാജ്യത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കിയിരുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ഇറ്റലിയിലെ സ്വന്തം മുത്തശ്ശിയെ കാണാനാണ് പോയത്, അല്ലെ മുത്തശ്ശിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരാമർശം കൂടി യോഗി ആദിത്യനാഥിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് എങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ BJPക്ക് എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ വർഗീയത പറയാതെ രക്ഷയില്ല എന്നുള്ള അവസ്ഥ വന്നു. രാമനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ വിജയിക്കില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ BJPക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ അങ്ങ് ജയിച്ചു കളയും എന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ സത്യത്തിൽ BJPയുടെ മനസ്സിലുണ്ട്. അതോടൊപ്പം ഈ പറയുന്ന പോലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ഉന്നത കുലത്തിൽപ്പെട്ടവരെ ചിന്തിക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്നുണ്ടല്ലോ. അപ്പം മുസ്ലിം വിരുദ്ധത കൊണ്ടുവരുന്നുണ്ട്, ഹിന്ദുക്കളെ പൊക്കിപ്പറയലുണ്ട്, രാമക്ഷേത്രത്തെ പൊക്കിപ്പറയണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ 10 വോട്ട് നേടാൻ കഴിയൂ എന്നുള്ള ഒരു ധാരണ BJP വെച്ചു പുലർത്തുന്നുണ്ട്. ഇത് വരുംകാല രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.